ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെസേർട്ടുമായിട്ടാണ്. ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്ത് കോമ്പിനേഷനാണെന്ന്. എന്നാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഈ ഓണത്തിന് കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഈ ഡെസേർട്ടും കൂടെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കടലപ്പരിപ്പ് പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഏത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് ചൂടായി വരണം. ഇനി ഞാനിവിടെ 2 ഏത്തപ്പഴം വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ഏത്തപ്പഴം നെയ്യിലേക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം ഇതുപോലെ നെയ്യിലിട്ട് വഴറ്റിയെടുത്ത് കഴിക്കാൻ കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ്. പിന്നെ തീരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ ഏത്തപ്പഴം നെയ്യിൽ വഴറ്റി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശരീരം നന്നാവാനായിട്ട് നല്ലതാണ്. ഒരു സൈഡ് ഒന്ന് കളർ മാറുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. പഴമെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. തിരിച്ച് 2 സൈഡും ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വഴറ്റിയെടുക്കാനുള്ളത്. 2 സൈഡും ഇതുപോലെ കളർ മാറി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കാര്യം, എൻ്റെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പഴമെല്ലാം വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. പഴമെല്ലാം കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെസേർട്ട് സെർവ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് പായസം ഒഴിക്കാം. ഇനി ഒരു 4-5 പീസ് വഴറ്റിയ പഴം വയ്ക്കാം. ഇനി ഞാനിവിടെ മിൽമയുടെ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും 1 സ്കൂപ്പ് ഇതിലേക്ക് വയ്ക്കാം. ഇതുപോലെയാണ് ഈ ഡെസേർട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് കഴിക്കുന്നത് മൂന്നും കൂടെ ഒരുമിച്ച്, പായസവും പഴത്തിൻ്റെ 1 പീസും പിന്നെ ഐസ്ക്രീം, ഇത് 3ഉം കൂടെ ഒരുമിച്ച് സ്പൂണിലെടുത്ത് വേണം കഴിക്കാൻ. വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്.